സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം. 1.5 ആഴ്ചയായി ചികിത്സയിലിരുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി 14 വയസ്സുകാരൻ മൃദുലാണ് മരിച്ചത്. 2 മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരത്താൽ മരിച്ച കുട്ടികളുടെ എണ്ണം 3 ആയിരിക്കും. നമസ്കാരം. നമ്മൾ ഈ അടുത്ത കാലത്താണ് ബ്രെയിൻ ഈറ്റിംഗ് അമീബയെ കുറിച്ച് കേട്ടു തുടങ്ങിയത്. ഈ വർഷം തന്നെ കേരളത്തിൽ 3 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിൽ 3 കേസുകൾ മരണപ്പെട്ടു എന്നുള്ളതുമാണ് നമ്മൾ ഞെട്ടലോടെ കേട്ടത്. നൈഗ്ലേറിയ ഫൗലേറി എന്ന തലച്ചോർ കാർന്നു തിന്നുന്ന ഒരു അമീബയാണിത്. ഇത് തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ അണുബാധ അഥവാ മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകും. വളരെ റെയറായി മാത്രം കണ്ടുവരുന്ന ഈ അമീബിക് അണുബാധ ആദ്യമായി കണ്ടെത്തുന്നത് 1960-ൽ ഓസ്ട്രേലിയയിലാണ്. മാൽക്കം ഫൗലർ എന്ന ഓസ്ട്രേലിയൻ പത്തോളജിസ്റ്റാണ് ആദ്യമായി ഇത് കണ്ടെത്തുന്നത്. അതിനുശേഷം ലോകത്ത് പല സ്ഥലങ്ങളിൽ ഇത് കണ്ടെത്തുകയുണ്ടായി. ഇനി എന്തിനു വേണ്ടിയാണ് നമ്മളൊരു അമീബയെ പേടിക്കേണ്ടി വരുന്നത്? അതിനുള്ള ഉത്തരം അതിൻ്റെ മോർട്ടാലിറ്റി അല്ലെങ്കിൽ മരണനിരക്കാണ്. ഏകദേശം 95-100% ആണ് ഇതിൻ്റെ മരണനിരക്ക്. ലോകത്ത് തന്നെ വളരെ കുറച്ച് പേർ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്, അതും വളരെ അഗ്രസീവായ ട്രീറ്റ്മെൻറ്റിലൂടെ. കൂടുതലും യങ്ങർ ഏജ് ഗ്രൂപ്പിലാണ് ഇത് കണ്ടിട്ടുള്ളത്, അതും 25 വയസ്സിൽ താഴെ പ്രായമുള്ളവരിൽ. ഇനി ഇത്തരം അമീബയുടെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളം, ഉദാഹരണത്തിന് പുഴ, കുളം, സ്വിമ്മിംഗ് പൂൾ, ഫ്രഷ് വാം വാട്ടർ, മലിനവെള്ളം, ഇതിലൊക്കെ ഇതിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അതുപോലെ തന്നെ സോൾട്ട് വാട്ടർ, ക്ലോറിനേറ്റഡ് വാട്ടർ, വളരെ ശക്തമായി ഒഴുക്കുള്ള സ്ഥലങ്ങൾ, ഇവിടങ്ങളിലൊന്നും ഇവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. ഇനി ഇവ എങ്ങനെ തലച്ചോറിൽ എത്തുന്നു എന്ന് നോക്കാം. ഈ അമീബയുടെ സാന്നിധ്യമുള്ള വെള്ളത്തിലോ മറ്റോ നമ്മൾ കുളിക്കുന്ന സമയത്ത് മൂക്കിൽ ശക്തിയായി വെള്ളം കയറുകയാണെങ്കിൽ ഈ അമീബ മൂക്കിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഓൾഫാക്ടറി മ്യൂക്കോസ പെനട്രേറ്റ് ചെയ്ത് തലച്ചോറിനും മൂക്കിനും ഇടയ്ക്ക് ഒരു പ്ലേറ്റ് ഉണ്ട്, അതുവഴി തലച്ചോറിലെത്തുകയും ചെയ്യും. 1 മുതൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും ഏകദേശം 5 മുതൽ 6 ദിവസം കൊണ്ട് തന്നെ മരണപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എത്രയും നേരത്തെ കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശക്തമായ തലവേദന, ശക്തമായ പനി, കൺഫ്യൂഷൻ, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, അതായത് നെക്ക് സ്റ്റിഫ്നെസ്, കോമ, ഫോട്ടോഫോബിയ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഒരു സ്വിമ്മിംഗ് പൂൾ കുളിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായും ചികിത്സ തേടേണ്ടതാണ്. പ്രോപ്പർ ഹിസ്റ്ററി ഡോക്ടറിനെ അറിയിക്കുകയും വേണം. ഇനി ഈ രോഗം എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് നോക്കാം. അതായത് ലംബാർ പങ്ചർ എന്ന പ്രൊസീജിയറിലൂടെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. തലയിലും നട്ടെല്ലുമൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അതിനെ ടെസ്റ്റ് ചെയ്താണ് ഇതിൻ്റെ പ്രസൻസ് കണ്ടെത്തുന്നത്. ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ അനവധിയാണ്. ആംഫോടെറിസിൻ പോലുള്ള മരുന്നുകൾ ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ ഏർലി ഡിറ്റക്ഷൻ തന്നെയാണ് രോഗിയുടെ ലൈഫ് തീരുമാനിക്കുന്നത്. കോമയിലൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരിക അസാധ്യമാണ്. ഈ അമീബ വായിലേക്ക് പോയാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. അതുപോലെ തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുകയില്ല. നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് പൂളുകളിലൊക്കെ ഇറങ്ങുന്നതിന് മുൻപ് അത് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമാണെന്ന് ഉറപ്പുവരുത്തണം. കഴിയുന്നതും അറിയാത്ത സ്ഥലങ്ങളിൽ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ അശ്രദ്ധ തന്നെയാണ് ഇതുപോലുള്ള മാരക രോഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് അറിയാത്തവർക്കായി പറഞ്ഞു കൊടുക്കുക. സ്റ്റേ സേഫ്. താങ്ക് യു.